ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ടൈപ്സ് ഓഫ് ബൈയിങ് ഡിസിഷൻ ബിഹേവിയർ എന്ന ടോപ്പിക്കാണ്. എന്താണ് ഈ ടോപ്പിക് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആക്ച്വലി നമുക്കിതിൽ പഠിക്കാനുള്ളത് 4 ഹെഡിങ്സ് ആണ്, 4 പോയിൻറ്റ്സ്. ഈ കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ, വെറൈറ്റി സീക്കിംഗ് ബൈയിങ് ബിഹേവിയർ, ഡിസോണൻസ് റെഡ്യൂസിങ് ബിഹേവിയർ, ഹാബിച്വൽ ബൈയിങ് ബിഹേവിയർ. ഈ 4 പോയിൻറ്റ്സ് ആണ് നമുക്ക് ആക്ച്വലി പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 4 പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ഫാക്ടേഴ്സാണ് ഞാനിവിടെ ഈ ടേബിൾ ഫോമിലാക്കിയിട്ടുള്ളത്. ഈ ഫാക്ടേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഓരോ പോയിൻറ്റ്സിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം നമുക്ക് കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ എന്താണെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് ഇപ്പം നമ്മളൊരു കാറ് വാങ്ങിക്കാനാണ് പോകുന്നത് കരുതിക്കോളൂ. കാറ് വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്യും. ഇപ്പം എത്ര വിവരമില്ലാത്ത ആളാണെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത് ആവശ്യത്തിന് റിസർച്ചൊക്കെ നടത്തി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും കാറ് വാങ്ങിക്കാനായിട്ട് പോകുന്നത്. മേ ബി അയാൾ 1-2 ഷോറൂംസിൽ, സെയിം ബ്രാൻഡ്സിൻ്റെ തന്നെ 1-2 ഷോറൂംസിൽ കയറി നോക്കിയെന്നിരിക്കും. ചിലപ്പോൾ റിവ്യൂ, നമ്മളെപ്പോലുള്ള ആൾക്കാരാണെങ്കിൽ റിവ്യൂ വീഡിയോസൊക്കെ നോക്കും, ഓട്ടോ മാഗസീൻസിലെ റിവ്യൂസൊക്കെ നോക്കും, യൂസേഴ്സ് ആൾറെഡി കാർ ഉപയോഗിക്കുന്ന ആൾക്കാരോട് ഒപ്പീനിയൻ ചോദിക്കും. അങ്ങനെയൊക്കെ ആവശ്യത്തിന് റിസർച്ചൊക്കെ നടത്തി 3-4 ബ്രാൻഡ്സിനെ പറ്റി തന്നെ ആവശ്യത്തിന് റിസർച്ചൊക്കെ നടത്തി, പിന്നെ അവരുടെ ഓരോ ബ്രാൻഡ്സിൻ്റെ മോഡൽസിനെ പറ്റി നമ്മൾ കാര്യങ്ങളൊക്കെ തിരക്കി ഒരുപാട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഏത് മോഡൽ വാങ്ങിക്കണം എന്നുള്ള കൺക്ലൂഷനിലെത്തുന്നത്. അതേപോലെ തന്നെ ഇപ്പം ലാപ്ടോപ്പ് വാങ്ങിക്കാനായിരുന്നാലും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വാങ്ങിക്കാനായിരുന്നാലും നമ്മൾ ആവശ്യത്തിന് റിസർച്ച് നടത്തി ബ്രാൻഡിനെ പറ്റിയും ഓരോ പർട്ടിക്കുലർ മോഡൽസിനെ പറ്റിയൊക്കെ ആവശ്യത്തിന് റിസർച്ച് നടത്തിയിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അത്രത്തോളം റിസർച്ച് നടത്തുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഹൈ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അത് നടത്തുക എന്ന് പറയാം. ഇപ്പം കാറിൻ്റെ കേസിലാണെങ്കിൽ 5 lakhs അല്ലെങ്കിൽ 10 lakhs ഒക്കെ ആയിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. മൊബൈൽ ഫോണിൻ്റെ ആണെങ്കിൽ 10,000, 15,000, ലാപ്ടോപ്പ് ആണെങ്കിൽ 30,000 അല്ലെങ്കിൽ 50,000. ഇപ്പോൾ കുറച്ച് അധികം ഹൈ പ്രൈസ് കൊടുത്താണ് നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് റിസർച്ചൊക്കെ നടത്തിയിട്ടായിരിക്കും നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. ഈ ഒരു പർച്ചേസിങ് ബിഹേവിയറിനെയാണ് കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ഹൈ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതായത് നമ്മൾ ആവശ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് നടത്തി, ഒരുപാട് ഡിസ്കസ് ചെയ്ത്, ഒരുപാട് ആലോചിച്ചാണ് ഏത് മോഡൽ വാങ്ങിക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രാൻഡ്സ്, നമ്മൾ ഏത് ബ്രാൻഡ്സാണ് ചൂസ് ചെയ്യുന്നത് എന്നതിനും നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കും. ചില ആൾക്കാർ മാരുതി മാത്രമേ ചൂസ് ചെയ്യുകയുള്ളൂ, ചില ആൾക്കാർ ടാറ്റയുടെ വണ്ടിയായിരിക്കും എടുക്കുന്നത്. അല്ല, ഈ ടാറ്റയുടെ വണ്ടി വാങ്ങിക്കാൻ പോകുന്ന ആൾ ഹുണ്ടായുടെ അല്ലെങ്കിൽ ഹോണ്ടയുടെ വണ്ടി എടുക്കണമെങ്കിൽ ടാറ്റയെക്കാളും ബെറ്ററാണ് ഹോണ്ട എന്ന് അയാൾക്ക് അത്രത്തോളം കൺവിൻസ് ആവണം. അപ്പം ബ്രാൻഡ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ പോകുന്നതാണെങ്കിലും ലാപ്ടോപ്പ് വാങ്ങിക്കാൻ പോകുന്നതാണെങ്കിലും ബ്രാൻഡ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഓരോ മോഡലിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ആലോചിച്ച് മാത്രമേ നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിന് കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ എന്ന് പറയും. എന്നാൽ അടുത്ത ഈ ഡിസോണൻസ് റെഡ്യൂസിങ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ടേബിളിൽ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, അതിന് ഹൈ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, പക്ഷേ ഫ്യൂ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ബ്രാൻഡ്സ്. അതായത് ബ്രാൻഡ്സിന് അധികം ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് നടത്തിയിട്ടായിരിക്കും അങ്ങനത്തെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്നത് എന്നാണ് അർത്ഥം. അതിന് എക്സാമ്പിളാണ്, സപ്പോസ് ഇപ്പോൾ നമ്മളൊരു ഫർണിച്ചർ വാങ്ങിക്കാൻ പോകുന്നു എന്ന് കരുതുക. ഫർണിച്ചർ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ ഫർണിച്ചറിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒരുപാട് നോക്കും, ഒരുപാട് മറ്റുള്ള ആൾക്കാരുടെ അന്വേഷിക്കും. എന്നിട്ട് നമ്മളൊരു കടയിൽ പോയി നോക്കുമ്പം തന്നെ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് നോക്കും. ഇപ്പോൾ കസേരയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇരുന്നൊക്കെ നോക്കിയിട്ടായിരിക്കും വാങ്ങിക്കുന്നത്. തടിയുടെ ക്വാളിറ്റിയൊക്കെ നോക്കും, അതിൻ്റെ ബാക്കി സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ നോക്കും. മാത്രമല്ല, നമ്മൾ ഒരുപാട് ഒരു കടയിൽ മാത്രം കയറി നോക്കി വാങ്ങിക്കത്തില്ല. ഒരുപാട് കടകളിലൊക്കെ പോയി ഒരുപാട് ബാർഗെയിനൊക്കെ ചെയ്ത് അവിടുത്തെ ഡീൽസൊക്കെ എങ്ങനെയാണെന്ന് നോക്കി മൊത്തം പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷേ അതിൻ്റെ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാൻഡ്സിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മൾ ഈ 5-6 കടയിൽ കയറിയിട്ട് ഏറ്റവും നല്ല ഡീൽ എവിടെ നിന്നാണോ കിട്ടുന്നത് ആ കടയിൽ നിന്ന് നമ്മളങ്ങ് വാങ്ങിക്കുമെന്നേ ഉള്ളൂ. അവിടെ ഒരു പർട്ടിക്കുലർ ഷോപ്പിന് ഒരു ഇമ്പോർട്ടൻസ് പോകുന്നില്ല. നമ്മളിപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ പേര് നോക്കി, ഒരു കടയുടെ പേര് നോക്കിയിട്ടായിരിക്കത്തില്ല നമ്മൾ പോകുന്നത്. നമ്മൾ ബേസിക്കലി കടയുടെ പേര് നോക്കി പോയാലും നല്ല ഡീൽ കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ വാങ്ങിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനത്തെ ഈ ഫർണിച്ചർ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വലിയ ബ്രാൻഡ്സ്, മൾട്ടിനാഷണൽ ബ്രാൻഡ്സോ അല്ലെങ്കിൽ ലോക്കൽ ബ്രാൻഡ്സോ അങ്ങനെ പേരെടുത്ത കമ്പനീസൊന്നുമില്ല. നമ്മൾ 5-6 കടകളിൽ കയറുന്നു, എന്നിട്ട് അവിടെ നല്ല ഡീൽ കിട്ടുന്ന ഏത് കടയിൽ നിന്നാണോ ആ കടയിൽ നിന്ന് ഫർണിച്ചർ വാങ്ങും. ക്വാളിറ്റിയുള്ള ഫർണിച്ചർ, നമുക്ക് തോന്നുന്ന ഫർണിച്ചർ നമ്മൾ വാങ്ങിക്കും. അപ്പോൾ അവിടെ ഹൈ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, പക്ഷേ ബ്രാൻഡ്സിന് വലിയ ഇമ്പോർട്ടൻസ് വരുന്നില്ല. നമ്മൾ ബ്രാൻഡ് നോക്കിയല്ല ഫർണിച്ചർ എടുക്കുന്ന, ഫർണിച്ചറിൻ്റെ ക്വാളിറ്റി നോക്കിയാണ് നല്ല ഡീൽ കിട്ടുന്ന ഏത് ഷോപ്പാണോ ആ ഷോപ്പിൽ നിന്ന് നമ്മൾ ഫർണിച്ചർ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബൈയിങ് ബിഹേവിയർ എങ്കിൽ ഡിസോണൻസ് റെഡ്യൂസിങ് ബിഹേവിയർ എന്ന് പറയാം. അവിടെ ഹൈ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എങ്കിലും ബ്രാൻഡ്സ് തമ്മിൽ വളരെ ചെറിയ ഡിഫറൻസ്, അത് ഇമ്പോർട്ടൻസേ ഇല്ല എന്ന് തന്നെ പറയാം ബ്രാൻഡ്സിന്. അതേസമയം ഈ വെറൈറ്റി സീക്കിംഗ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്മെൻറ്റ് വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ അധികം ശ്രദ്ധിക്കാതെ കാഷ്വലായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കാം, പക്ഷേ
ബ്രാൻഡ്സ് തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സപ്പോസ് സോപ്പ് നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലൈഫ്ബോയ് സോപ്പാണ്. നമ്മൾ സോപ്പ് വാങ്ങിക്കാനായിട്ട് ചിലപ്പോൾ അതിൻ്റെ കണ്ടൻസ് നോക്കി, അതിൻ്റെ റിവ്യൂസ് എടുത്ത് നോക്കി, അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഒപ്പീനിയൻ നോക്കി, അതിൻ്റെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ മണം നോക്കി ഒന്നും അല്ല എടുക്കുന്നത്. നമ്മൾ ഒരു ലൈഫ്ബോയ് സോപ്പ് കാണുമ്പോൾ അതങ്ങ് എടുക്കും. നമ്മൾ തന്നെ വിചാരിക്കും ചിലപ്പോൾ ഇത്ര നാളും കഴിഞ്ഞ 2 സോപ്പും ലൈഫ്ബോയ് ആയിരുന്നല്ലോ, ഇനി നമുക്കൊന്ന് മാറ്റി പിടിക്കാമെന്നും പറഞ്ഞ് വേണമെങ്കിൽ മെഡിമിക്സിൻ്റെയോ സിന്ദൂറിൻ്റെയോ സന്തൂളിൻ്റെയോ അല്ലെങ്കിൽ പിയേഴ്സിൻ്റെയോ സോപ്പൊക്കെ എടുത്തു തന്നിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം കൊതിയായിരിക്കും ലേഡീസ് ഉപയോഗിക്കുന്ന ഡോവ് സോപ്പ് ഉപയോഗിക്കണമെന്ന് ഇതായിരിക്കും. അപ്പോൾ അവിടെയും നമ്മൾ സപ്പോസ് ഇപ്പം ഡോവ് സോപ്പ് എടുത്താലും അതിൻ്റെ കണ്ടൻസ് എന്താണ്, അതിൻ്റെ മണം എന്താണ് എന്ന കൂടുതൽ കാര്യങ്ങൾ നമ്മളിപ്പം ഉപയോഗിക്കുന്ന പെൺകുട്ടികളെടുത്ത് അതിൻ്റെ ഒപ്പീനിയനൊന്നും ചോദിക്കാൻ നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷേ നമ്മൾ പല ബ്രാൻഡ്സ് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ ലൈഫ്ബോയ് സോപ്പ് ഉപയോഗിക്കാതെ മെഡിമിക്സിൻ്റെ സോപ്പ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും വരാൻ പോകുന്നില്ല. അപ്പം വെറൈറ്റി പല ബ്രാൻഡ്സിനുള്ളത് നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് തോന്നും. അത് സാധാരണ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അധികം ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, സോപ്പിന് അധികം വിലയൊന്നുമില്ലല്ലോ. മാത്രമല്ല റെഗുലറായിട്ട് വാങ്ങിക്കുന്ന ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, അത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ, അതായത് വലിയ ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല, നമ്മൾ അധികം ശ്രദ്ധയൊന്നും കൊടുക്കത്തില്ല, പക്ഷേ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് മാറി നമുക്ക് പരീക്ഷിക്കാനുള്ള ആ ഒരു ഇത് കിട്ടുന്നുവെങ്കിൽ അങ്ങനത്തെ ഒരു ബൈയിങ് ബിഹേവിയറിനെ വെറൈറ്റി സീക്കിംഗ് ബൈയിങ് ബിഹേവിയർ എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം ഹാബിച്വൽ ബൈയിങ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അധികം ഇൻവോൾവ്മെൻറ്റും ഇല്ല, എന്നാൽ ബ്രാൻഡ്സ് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും നമുക്ക്. ഇത് സാധാരണ വളരെ റെഗുലറായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രോഡക്ട്സിനായിരിക്കും നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ഇതെടുക്കുന്നത്. മേ ബി എക്സാമ്പിളായിട്ട് നമ്മൾ കഴിക്കുന്ന ബ്രെഡ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ്, നമ്മൾ അതിന് ബേക്കറി ഐറ്റംസ് എന്ത് എണ്ണ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്ത് മാവ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്ന് നല്ല നീറ്റായിട്ടുള്ള പ്ലേസ് വെച്ചാണോ അത് ഉണ്ടാക്കിയത് എന്നൊന്നും ആലോചിക്കാറില്ല. നമ്മൾ സാധാരണ ഒരു കടയിൽ കയറി നല്ലതാണെന്ന് തോന്നുന്ന ഒരു കടയിൽ കയറി നമ്മൾ സാധനം വാങ്ങിക്കുന്നതേ ഉള്ളൂ. ബേക്കറി ആയിരുന്നാലും അല്ലെങ്കിൽ ബ്രെഡ് ആയിരുന്നാലും അല്ലെങ്കിൽ കഴിക്കുന്ന എന്തെങ്കിലും ചെറിയ ഐറ്റംസ് ആയിരുന്നാലും അല്ലെങ്കിൽ ഇപ്പോൾ മേ ബി ഉപ്പിൻ്റെ കാര്യം സോൾട്ട് എടുക്കാനാണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, വലിയ ഇൻവോൾവ്മെൻറ്റിൻ്റെ ആവശ്യവുമില്ല, എന്നാൽ ബ്രാൻഡ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻറ്റും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്ട്സിനെ ആ ഒരു ബിഹേവിയറിനെ ഹാബിച്വൽ ബൈയിങ് ബിഹേവിയർ എന്ന് പറയും. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റുന്നത് ഈ ടേബിളിൻ്റെ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ബേസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള പോയിൻറ്റ്സ് എഴുതാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഈ 4 പോയിൻറ്റ്സും പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ ഹൈ ഇൻവോൾവ്മെൻറ്റ്, ലോ ഇൻവോൾവ്മെൻറ്റ്, പിന്നെ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്, നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്നുള്ള രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ബൈയിങ് ഡിസിഷൻ ബിഹേവിയർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി ഈ ഒരു ടോപ്പിക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. താങ്ക് യു.